പണിമുടക്ക് കൊടുങ്ങല്ലൂരിൽ ഹർത്താലായി. പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാനുള്ള ശ്രമം പാഴായി. NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ ദേശീയ പണിമുടക്ക് കൊടുങ്ങല്ലൂരിൽ ഹർത്താലായി മാറി. കടകമ്പോളങ്ങളും സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഇരുചക്രവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് പുറത്തിറങ്ങിയത്. പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാൻ നോക്കിയെങ്കിലും പോലീസ് ഇടപെട്ടതോടെ പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാൻ കഴിഞ്ഞില്ല. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. VR സുനിൽകുമാർ MLA പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, PP സുഭാഷ്, TK ഗീത, OC ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. 1991 തുടങ്ങിയ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യം ഇന്നൊരു സമ്പൂർണ്ണ മുതലാളിത്തത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. മുതലാളിത്തത്തിന് അനുസൃതമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളാണ് ഇവിടെ ഈ കാലഘട്ടം അത്രയും തന്നെ രൂപപ്പെടുത്തിയിരുന്നത്. മുതലാളിത്ത സംസ്കാരം രൂപപ്പെടുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളി വർഗം എന്നുള്ളൊരു സ്വഭാവം തന്നെ നമ്മൾക്ക് ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെ. അവിടെ ഒരു മുതലാളിത്തത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് എങ്ങനെയാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത്. അത്തരത്തിലുള്ള ചൂഷണത്തിലൂടെ തൊഴിലാളി വർഗത്തെ അടിമകളാക്കി വയ്ക്കുന്ന രൂപത്തിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ മാത്രം രൂപപ്പെടുന്നൊരു സാഹചര്യങ്ങളല്ല. ലോകമെമ്പാടും മുതലാളിത്തം എങ്ങനെയാണോ, അത് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമാകാം, മറ്റ് ഇതര സാധ്യതകളാവാം. ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെ തൊഴിലാളി വർഗത്തെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുകയും അവരെയെല്ലാം തന്നെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് മുതലാളിത്തം. എങ്ങനെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട്. അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് ലോക രാജ്യങ്ങളിലും ആ ലോകരാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇന്ന് മുതലാളിത്തം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരും ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികളെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള